goods. Capital goods are those goods which are used in the production of goods. ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ പറയുന്ന പേരാണ് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുഡ്സുകൾ ആവശ്യമാണ്. ഗുഡ്സ് എന്ന് പറയുന്നത് മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, അത്തരത്തിലുള്ള മെഷീനറിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആർ കോൾഡ് ആസ് എ ക്യാപിറ്റൽ ഗുഡ്സ്. ഇനി ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ്, ഇമ്പോർട്ട് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഒബ്റ്റൈൻ IEC, ദാറ്റ് ഈസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എന്ത് ചെയ്യണം, നേടണം. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഡാണ്. വിച്ച് ക്യാൻ ബി ടേക്കൺ ബൈ ദി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണോ അയാളത് എന്ത് ചെയ്യണം, ഒബ്റ്റെയിൻ ചെയ്യണം. ദെൻ എൻഷുർ ലീഗൽ കംപ്ലയൻസ് അണ്ടർ ഡിഫറെൻറ്റ് ട്രേഡ് ലോ പ്രകാരം ലീഗൽ കംപ്ലയൻസസ് ഉണ്ടായിരിക്കും, അത് എൻഷുർ ചെയ്യണം. ദെൻ പ്രൊസീജിയർ പ്രൊക്യൂർ ഇമ്പോർട്ട് ലൈസൻസ്, ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇറ്റ് ഷുഡ് ബി. ഇപ്പോൾ ഇമ്പോർട്ട് ലൈസൻസ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലൈസൻസ് അത്യാവശ്യമാണ്. സോ അത് എന്ത് ചെയ്യണം, പ്രൊക്യൂർ ചെയ്യണം. ദെൻ ഫിൽ ബിൽ ഓഫ് എൻട്രി ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ്, ബിൽ ഓഫ് എൻട്രി ഫില്ല് ചെയ്യുക. അതുപോലെ അതർ ഡോക്യുമെൻറ്റ്സ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, കസ്റ്റമർ ക്ലിയറിംഗ് ഫോർമാലിറ്റീസ്. ഇപ്പം ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഡിറ്റർമൈൻ ഇമ്പോർട്ട് ഡ്യൂട്ടി റേറ്റ് ഫോർ ക്ലിയറൻസ് ഓഫ് ഗുഡ്സ്. ആ ഗുഡ്സ് ക്ലിയർ ചെയ്യുന്നതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഒബ്റ്റൈൻ IEC, ദാറ്റ് ഈസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. ദെൻ എൻഷുർ ലീഗൽ കംപ്ലയൻസ് അണ്ടർ ഡിഫറെൻറ്റ് ട്രേഡ് ലോ. ദെൻ പ്രൊക്യൂർ ഇമ്പോർട്ട് ലൈസൻസ്. ദെൻ ഫിൽ ബിൽ ഓഫ് എൻട്രി ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ടു കംപ്ലീറ്റ് കസ്റ്റമർ ക്ലിയറിംഗ് ഫോർമാലിറ്റീസ്. ആൻഡ് ദെൻ ഫൈനലി ഡിറ്റർമൈൻ ഇമ്പോർട്ട് ഡ്യൂട്ടി റേറ്റ് ഫോർ ക്ലിയറൻസ് ഓഫ് ഗുഡ്സ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോറിൻ കൊളാബറേഷനാണ്. ഫോറിൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more ഡിഫറെൻറ്റ് കമ്പനീസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ടു ക്യാരി സം ടൈപ്പ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. അതായത് ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ, ഡിഫറെൻറ്റ് കമ്പനീസുകൾ, ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള കമ്പനികൾ എന്ത് ചെയ്യാണ്, അഗ്രിമെൻറ്റിൽ എത്തുകയാണ്. സെയിം ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ, ഒരേപോലത്തെ ഉള്ള ഓപ്പറേഷൻസ്, ഒരേപോലത്തെ ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു അഗ്രിമെൻറ്റ് നടത്തുക. അത് പല കൺട്രികളിലുള്ള, അപ്പോൾ ഇന്ത്യയും UK യും ജപ്പാനും ഈ 3 കൺട്രിയിലുള്ള നടത്തുന്ന ഒരേപോലത്തെ ബിസിനസ്സുകൾ നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ കൊളാബറേഷൻ നടത്തുക. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആയിട്ട് ബിസിനസ് ഓപ്പറേഷൻസ് അണ്ടർടേക്കൺ ചെയ്യാം. ആ ബിസിനസ് ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് അവർ തമ്മിലൊരു അഗ്രിമെൻറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫോർ എക്സാമ്പിൾ ജപ്പാൻ, USA ആൻഡ് ഇന്ത്യ, ഈ 3 കൺട്രീസുകളിലുള്ള ഒരേപോലത്തെ ബിസിനസ് നടത്തുന്ന ബിസിനസ് കമ്പനികൾ എന്ത് ചെയ്യുക, അവർ തമ്മിലൊരു അഗ്രിമെൻറ്റ് വെക്കുക. സോ ദാറ്റ് ഈസ് ഫോറിൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ. ദ മെയിൻ ടൈപ്പ് ഓഫ് കൊളാബറേഷൻ ആർ ടെക്നിക്കൽ കൊളാബറേഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് കൊളാബറേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ കൊളാബറേഷൻ ആൻഡ് കൺസൾട്ടൻസി കൊളാബറേഷൻ. അപ്പോൾ കൊളാബറേഷൻ നടത്തുന്നത് പലതരത്തിലാണ്. ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൊളാബറേഷൻസ് ഈ ഇൻഡസ്ട്രികൾ തമ്മിൽ നടത്തും. അതുപോലെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ട് കൊളാബറേഷൻ അണ്ടർടേക്കൺ ചെയ്യും. ഫിനാൻഷ്യൽ കൊളാബറേഷൻ, അതായത് ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊളാബറേഷൻസ് നടക്കും. അതുപോലെ തന്നെ കൺസൾട്ടൻസി കൊളാബറേഷൻ. ദെൻ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം, EPCG. എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് വിച്ച് ആർ എക്സ്പോർട്ടഡ് ടു അതർ കൺട്രീസ്. എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സുകൾ എക്സ്പോർട്ടഡ് ടു അതർ കൺട്രീസ്, മറ്റുള്ള കൺട്രീസിലേക്ക് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ ഇവിടെ പറയുന്നത് എക്സ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്ന മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഒക്കെ മറ്റ് കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പം ദീസ് ആർ ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സിനെ മറ്റ് കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ഇവിടെ ക്യാപിറ്റൽ ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യാണ്. അതാത് കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് മറ്റ് കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആർ എക്സ്പോർട്ടഡ് ടു ദി അതർ കൺട്രീസ്. ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ EPG ലൈസൻസസ് ആർ ദി ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. ഡോക്യുമെൻറ്റ്സ് റിക്വയർ
ഫസ്റ്റ് വൺ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് വേണം. ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് അവൈൽ ചെയ്യണം. ദെൻ രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ രജിസ്ട്രേഷൻ വേണം. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചർ, നമുക്കറിയാം ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യണം. ദെൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ പാൻ കാർഡ് വേണം. അതുപോലെ പ്രൊഫോമ ഇൻവോയ്സ്, ബ്രൗഷർ, ഇത്രയും കാര്യങ്ങളാണ് എന്തിനു വേണ്ടത്, എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീമിന് ആവശ്യമായിട്ട് ഉള്ളത്. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, ഇറ്റ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗവൺമെൻറ്. It has been constituted by the government with a view to promote and attract foreign investment in India. Foreign പ്രൊമോഷൻ ബോർഡ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷന്, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ്. ഇറ്റ് ഈസ് എ ഹൈ പവേർഡ് കമ്മിറ്റി കംപ്രൈസിംഗ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ, ഫിനാൻസ് സെക്രട്ടറി ആൻഡ് കൊമേഴ്സ് സെക്രട്ടറി ആൻഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഹൈ പവേർഡ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫിനാൻസ് സെക്രട്ടറി, കൊമേഴ്സ് സെക്രട്ടറി ഒക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഫോറിൻ കൺട്രീസിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് കമ്മിറ്റിയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ.